ആവർത്തനം 33 27 പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. ഏത് ആക്രമണം ഉണ്ടായാലും, ഏത് പ്രകൃതി ദുരന്തമുണ്ടായാലും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ ഭൂഗർഭ അറകൾ പല രാജ്യങ്ങളിലും പണിതിട്ടുണ്ട്. ആ രാജ്യത്തിൻ്റെ നേതാക്കളെ ആപത്ത് സമയത്ത് സുരക്ഷിതമായി പാർപ്പിക്കാനാണ് പ്രധാനമായും ഇത് ഉണ്ടാക്കുന്നത്. ചില രാജ്യങ്ങളിൽ ആണവാക്രമണം ഉണ്ടായാൽ സുരക്ഷിതമായി ഒളിച്ചിരിക്കാൻ കഴിയുന്ന ബങ്കറുകൾ പൊതുജനങ്ങൾക്കായി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആഹാരവും വെള്ളവും ഒക്കെ ലഭിക്കുകയും ഏറെക്കാലം ജീവൻ നിലനിർത്താനുള്ള ഉപാധികളൊക്കെ ക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഇത്തരം സംവിധാനങ്ങളെ ഒരു സുരക്ഷാ സങ്കേതം, അഭയസ്ഥാനം എന്നൊക്കെ വിളിക്കാം. ഭൂമിയിൽ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവ കൃത്യസമയത്ത് പ്രവർത്തിക്കണമെന്നോ കൃത്യമായി അതിൽ അഭയം തേടാൻ കഴിയണമെന്നോ ഇല്ല. ഈ ലോകത്തിൽ പൂർണ്ണമായും സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു സംവിധാനങ്ങളുമില്ല. എന്നാൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തം അവിടുന്ന് നമ്മുടെ സങ്കേതമാണ് എന്നത്രേ. പുരാതനനായ ദൈവം എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദൈവം എത്രത്തോളം പുരാതനനാണ്! സകലത്തിനും മുമ്പേ അവിടുന്ന് ഉണ്ടായിരുന്നു. അവിടുന്നാണ് സകലവും സൃഷ്ടിച്ചത്. സകലത്തെയും നിലനിർത്തുന്നതും ദൈവമാണ്. കാലം ചെല്ലുന്തോറും പ്രായമേറി ബലഹീനനാകാത്ത ആദ്യവും അവസാനവുമായ ദൈവം. എല്ലാ സൃഷ്ടിക്കും മുമ്പേ എന്തിനായി ഉണ്ടാക്കി എന്നും എത്ര കാലം അതിന് ആയുസ്സുണ്ടെന്നും അറിയുന്ന ദൈവം. അവിടുത്തെ ആയുസ്സിന് അവസാനമില്ല. ഈ ദൈവമാണ് നമ്മുടെ സങ്കേതം. ജീവന്റെ സുരക്ഷ മാത്രമല്ല, ജീവിതത്തിന് ആവശ്യമായതെല്ലാം നൽകുന്ന നിത്യനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമുക്ക് കീഴെ അവിടുത്തെ നിത്യകരങ്ങൾ വച്ചിരിക്കുന്നു, അഥവാ നമ്മെ അവിടുത്തെ ശാശ്വത ഭുജങ്ങളാൽ വഹിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കൈകളിലായിരിക്കുന്നിടത്തോളം എന്തിന് ഭയം, എന്തിന് ആകുലത? ഈ ഭൂമിയിലെ ജീവിതം കൊണ്ടും അവസാനിക്കാത്ത അഭയസ്ഥാനമാണ് നമുക്ക് ദൈവം. സ്വർഗത്തിൽ എന്നേക്കും സുരക്ഷിതമായി വസിക്കുന്ന വാഗ്ദത്തമാണ് നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.